ഡോക്ടർ അഭിലാഷ് എന്താ ചെയ്യുക? ഞാൻ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് നമ്മൾ അറിയാതെ മൂത്രം പോകുന്നുണ്ടല്ലോ, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമ്മൾ പരിഹാരമായിട്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസിന് കീഗിൾസ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം നെറ്റിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. കീഗിൾസ് എക്സസൈസ് കറക്റ്റ് എങ്ങനെയാണെന്ന് അതിന്റെ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, ഞാൻ നെറ്റിൽ കുറച്ച് വീഡിയോകൾ കണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ മേലോട്ട് പൊക്കി ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് താത്തി വെക്കുക. 10 സെക്കൻഡൊക്കെ പൊക്കി പിടിക്കുക, താത്ത്. പക്ഷെ അതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ ഈ വയറിൻ്റെ അടിഭാഗം ടൈറ്റ് ആവുന്നില്ല. നമുക്ക് ടൈറ്റ് ആവുന്നുണ്ട്, നമ്മളിത് ഈ ചന്തി ഭാഗമാണ് ടൈറ്റ് ആവുന്നത്. നമ്മൾ ഈ വയറിൻ്റെ അടിഭാഗം ഇവിടെ ആണ് നമുക്ക് ടൈറ്റ് ആവേണ്ടത്. നമ്മുടെ പെന്നിസിൻ്റെ ഇരിക്കുന്ന ഭാഗം, യോനിൻ്റെ ഭാഗം, മൂത്രസഞ്ചിൻ്റെ ഭാഗം, മലദ്വാരത്തിൻ്റെ ഭാഗം. അപ്പൊ അതിനായിട്ട് ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒരു നല്ല മാർഗം, നമ്മളതൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഏത് പൊസിഷനിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പഠിക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും കാണിച്ചു കൊടുക്കാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം, നമ്മളിത് വയറുകുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് വലിച്ചു പിടിക്കുക. ഇങ്ങനെ അകത്തോട്ട് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ ഉള്ളിലുള്ള ഏറ്റവും അടിയിലുള്ള മസിലുകൾ വരെ ടൈറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയാ ഒന്നുകൂടെ വലിച്ചു പിടിക്കുക. വയറിൻ്റെ അടിഭാഗം ഏറ്റവും താഴത്തെ മസിലുകൾ നമ്മൾ പൊക്കിളിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വലിക്കുന്നു എന്ന് സങ്കല്പിച്ച് വലിക്കുക. വലിച്ച് പിടിക്കുക. അപ്പോൾ അതിനുള്ള ബലം കുറച്ച് നമുക്ക് തോളത്ത് കുറച്ചൊരു ബലം കൊടുക്കണം, എന്നാലേ വയറൊന്ന് വലിഞ്ഞ് നിൽക്കുകയുള്ളൂ. അങ്ങനെ വലിച്ചു പിടിക്കുക, 10 സെക്കൻഡോളം വലിച്ചു പിടിക്കുക. ഇവിടെയാ. ഇത് എത്ര എണ്ണം ചെയ്യേണ്ടി വരും? ഇത് നമുക്ക് റിപ്പീറ്റേഷനായിട്ട് ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. ഓരോ പ്രാവശ്യം ഒരു 10 സെക്കൻഡ് വലിച്ച് പിടിക്കുക. അപ്പോൾ നമ്മുടെ ആ പെൽവിക് ഫ്ലോർ മസിലുകൾ, അതായത് നമ്മുടെ മൂത്രസഞ്ചി, മൂത്രനാളി, മലദ്വാരം മുതലായ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾ, അതൊന്ന് പൊങ്ങി നിൽക്കാനായിട്ട്, ടൈറ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസും കുറേയൊക്കെ വ്യത്യാസം കിട്ടും. ഇത് എത്ര നാൾ ചെയ്യേണ്ടി വരും? ഇത് നല്ല ടൈറ്റ് ആകുന്നവരെ ഇതൊരു നമ്മളൊരു സ്വഭാവം, ഒരു ഹാബിറ്റായിട്ട് മാറ്റുക, എപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഒന്ന് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും എളുപ്പം ഈ പൊസിഷനാണ്. 20% വരെ റെസ്പോൺസ് കിട്ടുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനെ കൊണ്ട് ഗുണം കിട്ടാത്തവർക്ക് നമുക്ക് മരുന്നുകളുണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസും അർജൻ ഇൻകോണ്ടിനൻസും കുറയ്ക്കുന്ന ഇഷ്ടംപോലെ മരുന്നുകളുണ്ട് വിപണിയിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു 4ഓളം മരുന്നുകൾ വളരെ ഫലപ്രദമായ ഒരു 50-60% റെസ്പോൺസ് കിട്ടുന്നതുണ്ട്. പിന്നെ ഓപ്പറേഷനുകളുണ്ട്, TOT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതും വളരെ നല്ല റെസ്പോൺസ് കിട്ടുന്ന ഓപ്പറേഷനുകളാണ്. താങ്ക് യു.